ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ എന്താണെന്നറിയണ്ടേ? ചിക്കൻ കറിയാണ് കേട്ടോ. ഞാനിന്ന് നാടൻ കോഴിയാണ് എടുത്തിട്ടുള്ളത്. നാടൻ കോഴി വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കുന്നത് കാരണം ഞാനിതൊന്ന് കുക്കറിലോട്ട് ആക്കി ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിലേക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്കൊന്ന് മാറ്റാം. ഞാനപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചിട്ടാണ് കേട്ടോ കുക്കറിലേക്ക് ഇത് വെക്കുന്നത്. ഇനി ഒരു 3 വിസിലാകുമ്പോഴത്തേക്കും നമുക്കത് എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇനി പാനിൽ എണ്ണ ചൂടാകുമ്പോൾ കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചതച്ചത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് സവാള അരിഞ്ഞതും ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ വഴറ്റി ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ഒരു 2 തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം അടച്ചു വെക്കാമേ. നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ആ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം നല്ലതുപോലെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഞാനിനി ചിക്കനെ ഇതിലേക്ക് മാറ്റുവാണ് കേട്ടോ. അപ്പം ചിക്കൻ മുഴുവനായിട്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്കൊരു 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിലേക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ. നിങ്ങളെ സൺഡേ സ്പെഷ്യൽ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ.